നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് തന്നെ കൊണ്ട് PC ജോർജും ഷോൺ ജോർജും കള്ളം പറയിപ്പിച്ചതാണ് എന്ന് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞതായിട്ടാണ് ഒരു വാർത്ത കണ്ടത്. ഏതായാലും കല്ലറങ്ങാട്ട് പിതാവ് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മുസ്ലിങ്ങളെ കുറിച്ച് ഇതിനേക്കാളും പലതും ഇല്ലാത്ത പലതും മുസ്ലിങ്ങൾ തന്നെ പരസ്പരം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അത് അവരാരും ഇപ്പോഴും തിരുത്തിയിട്ടില്ല, അത് അവർ തുടരുന്നും ഉണ്ട്. ഉദാഹരണം, സുന്നികളെ കുറിച്ച് മുജാഹിദുകൾ പറയാറുള്ളത് സുന്നികൾക്ക് മുഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും CM മടവൂരും ഒക്കെ കുട്ടി ദൈവങ്ങളാണ് എന്നാണ്. അപ്പോ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിന് കത്തിവെക്കുന്ന ഒരു ആരോപണമാണല്ലോ. മുജാഹിദുകൾ ഇപ്പോഴും അത് തിരുത്തിയിട്ടില്ല. അതുപോലെ പ്രവാചകനെ, നബിയെ സ്നേഹിക്കാത്തവരാണ് മുജാഹിദുകൾ എന്ന് മുജാഹിദുകളെ കുറിച്ച് സുന്നികൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. സുന്നികൾ ഇതുവരെ മനസ്സിലായ ആളുകൾ, അങ്ങനെയല്ലാന്ന് ബോധ്യപ്പെട്ട സുന്നികളും അത് തിരുത്തി പറഞ്ഞിട്ടില്ല. അതുപോലെ മുജാഹിദുകളുടെ നിസ്കാരത്തഴമ്പ് നെറ്റിയുടെ സൈഡിലാണ്. കാരണം നിസ്കാരത്തിൽ കിടന്ന് പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങളെ നോക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് സുന്നികൾ പ്രസംഗിച്ചിട്ടുണ്ട്. സുന്നികള് മുജാഹിദുകളെ പറ്റി പറഞ്ഞുണ്ടാക്കിയ വേണ്ടാദീനം ഇപ്പോഴും സുന്നികൾ തിരുത്തിയിട്ടില്ല. അതുപോലെ മുജാഹിദുകളുടെ പള്ളികളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലർന്നാണ് നിസ്കരിക്കുന്നത്, ഒതു മുറിയുന്ന തരത്തിലാണ് നിസ്കരിക്കുന്നത് എന്ന മുജാഹിദുകളെ കുറിച്ച് സുന്നികൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഇതുവരെയും സുന്നികള് അത് തിരുത്തിയിട്ടില്ല. അതുപോലെ ഷിയാക്കളെ കുറിച്ച് സുന്നികള് നടത്തുന്ന കുപ്രചരണം, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നവരല്ല ഷിയാക്കള്, മറിച്ച് അലിയാര് തങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ജിബിരിയിൽ കൊണ്ടുവന്ന ദിവ്യ സന്ദേശം വഹയ്യ് മുഹമ്മദ് നബിക്ക് കൊടുക്കാതെ, അലിയാര് തങ്ങൾക്ക് കൊടുക്കാതെ വഴിതെറ്റി ആളുമാറി മുഹമ്മദ് നബിക്ക് കൊടുത്തു എന്ന് വിശ്വസിക്കുന്നവരാണ് വേറെ ചില ഷിയാക്കൾ എന്ന് സുന്നികൾ ഇവിടെ പറയാറുണ്ട്. ആ ആരോപണം തെറ്റാണെന്ന് ബോധ്യമായ സുന്നികളും ഇതേവരെ അത് തിരുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭരണം കിട്ടാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് മുജാഹിദുകൾ എഴുതി വച്ചിട്ടുണ്ട്. അവർ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് മുജാഹിദുകൾ നടത്തിയ ആ ആരോപണങ്ങൾ ഇതുവരെ മുജാഹിദുകൾ പിൻവലിച്ചിട്ടില്ല. അത് തെറ്റായ ആരോപണമാണ് എന്ന് ബോധ്യപ്പെട്ട മുജാഹിദുകളും അത് തിരുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ച് ബഹുമാന്യനായ കല്ലറങ്ങാട്ട് പിതാവ് നടത്തിയ ആരോപണം മാത്രമായിട്ട് പരിശുദ്ധനായ പിതാവ് പിൻവലിക്കേണ്ടിയിരുന്നില്ല. ഈ കാക്കാമാരെ പറ്റി പറഞ്ഞുണ്ടാക്കിയ വേണ്ടാദീനങ്ങൾ അവര് പിൻവലിക്കുകയും ക്ഷമ പറയുകയും ചെയ്തെങ്കിൽ മാത്രം പിതാവ് ഇത് പിൻവലിച്ചാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം.